ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചധികം വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവുകയാണ്. അതായത് കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് WWE ഒരു ഇവൻറ്റ് ലൈവായിട്ടൊന്ന് കാണണമെന്ന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 2-3 ആഴ്ച മുന്നേ റോമാട്ടൻ്റെ ഒരു സ്റ്റോറി കണ്ടു. അതായത് WWE ഒരു ലൈവ് ഇവൻറ്റ് ഷെഫീൽഡിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നാണ് അവിടെ ലൈവ് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം പോയാൽ ഒരു യൂട്ടിലിറ്റി അരീന എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഷോ നടക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഗായ്സ്. അങ്ങനെ ഞാൻ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ ആയുള്ളൂ, അരമണിക്കൂറൊന്നും ആയില്ല. ഒരു 20 മിനിറ്റിൽ ഇവിടെ എത്തി. ഇവിടെയാണ് കളി നടക്കുന്നത്, ഈ യൂട്ടിലിറ്റി അരീന ഷെഫീൽഡ്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ അത് കൂടെയാണ് നടക്കുന്നത്. എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല, ഏതായാലും പോയി നോക്കാം. ഇവിടെ ഒരുവിധം കാറുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ആ സൈഡിലൊക്കെ. ഇനി ബാക്കി നമുക്ക് കാണാം. സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് WWE മെർച്ചൻഡൈസ് കൊടുക്കുന്ന ഒരു സ്റ്റാളാണിത്. ഇത് കൂടാതെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലും വേറെ ഉണ്ടെന്ന് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഗേറ്റ് വഴിയാണ് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നത്. ഞാൻ ഗ്രീൻ ടിക്കറ്റാണ് എടുത്തത്. അത് കാരണം എനിക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ വരിയിലാണ് നിൽക്കേണ്ടത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ സമയം വൈകിട്ട് 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഇരുട്ടും ഇതൊക്കെ കൂടി കാണുമ്പോൾ ഒരു രാത്രി 8 മണിയായ ഒരു ഫീലാണ് ഉള്ളത്. അങ്ങനെ കുറേ നേരം നിന്നപ്പോൾ വരി നീങ്ങി തുടങ്ങി. അങ്ങനെ ഞാൻ സ്റ്റേഡിയത്തിൻ്റെ പുറത്തെത്തി. അവിടെയും കുറച്ച് നേരം കാത്തു നിന്നു. അവിടെയും ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിട്ടത്. ഗായ്സ്, അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി. ഇവിടെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് കൊടുക്കുന്നതിൻ്റെ സ്റ്റോറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഭയങ്കര ബഹളമാണ്. എൻ്റെ വോയിസ് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. 20 പൗണ്ട് മുതൽ 35-40 പൗണ്ട് വരെയാണ് ടീഷർട്ടിൻ്റെ ഒക്കെ വില ഉണ്ടായിരുന്നത്. ഞാൻ ഏതായാലും ഒന്നും അവിടെ നിന്ന് മേടിച്ചില്ല. ജോൺസിനയുടെ ഒരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടു, അത് എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നു. ഗായ്സ്, ഞാനങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കയറി. ഇതാണ് യൂട്ടിലിറ്റി അരീനയിൽ ഇവരുടെ റിങ്. ഒരു സ്റ്റീൽ കേജ് മുകളിലുണ്ടല്ലോ, ഒരു സ്റ്റീൽ കേജ് മാച്ച് ഉണ്ടതാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടാനാണ് സാധ്യത. നമുക്ക് ആ ഭാഗത്ത് എവിടെയാണ് സീറ്റ് ഉള്ളത്. എന്തായാലും സോൾഡ് ഔട്ട് ആയതാണ് അറിയാൻ കഴിഞ്ഞത്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും ഒരു സ്റ്റീൽ കേജ് മാച്ച് ഉണ്ട്, അത് ആരുടെയാന്ന് നമുക്കറിയില്ല, കണ്ടു നോക്കണം. And keep using that official hashtag because we want to hear from you. And WWE has a lot of excitement going down this year, going into the new year. Monday Night Raw is heading to Netflix. Introducing your
ഫസ്റ്റ് മാച്ച് നയോമിയും ടിഫാനിയും തമ്മിലായിരുന്നു. അതിൽ നയോമിയാണ് ജയിക്കുക. സെക്കൻഡ് മാച്ചിൽ കാമലോ ഹേസും ആൻഡ്രോയിഡും തമ്മിലായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡറിനെ തിരഞ്ഞെടുക്കാനുള്ളതായിരുന്നു. അതിൽ കാമലോ ഹേസാണ് ജയിക്കുക. മാച്ചിൻ്റെ അവസാനം US ചാമ്പ്യനായിട്ടുള്ള LA നൈറ്റ് വരുന്നതാണ്. The United States champion is in the building tonight. Say it to the man's face. He is here, and his name is... My God, Sheffield, I feel like we've all been around the world and back, and tonight we finish this UK tour right here in Sheffield. Because this is my game with everybody saying, yeah! അടുത്തത് ഒരു ടാഗ് ടീം മാച്ച് ആയിരുന്നു. അതിൽ DIYനെ തോൽപ്പിച്ച് ബ്ലഡ് ലൈൻ ജയിക്കും. Jacob Fatu, Tama Tonga, and Tonga
പിന്നെയുള്ളത് സ്റ്റീൽ കേജ് മാച്ച് ആയിരുന്നു. WWE വുമൻസ് ചാമ്പ്യൻ നയ ജാക്സ് ബെയ്ലീനെ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ തോൽപ്പിക്കും. അതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. Here's your winner and still the WWE Women's Champion, Nia Jax. Ladies and gentlemen, I am the Kitty Cat Kit Wilson. This is your prince and mine, Elton Prince. We are two tasty. And now our opponents, Angelo Dawkins, Montez Ford, Vaseline Roberts. ഈ മത്സരത്തിൽ പ്രട്ടി ഡഡ്ലിനെ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് തോൽപ്പിക്കും.
Keep moving.